കടയിലുള്ള 10 മീൻ പറഞ്ഞോ. ഏഞ്ചൽ കടലിലാണോ പോടാൻ വേണ്ടി? അപ്പൊ നമ്മുടെ ഈ ഒരു കടപ്പുറം എങ്ങനെയുണ്ട്? അതുകൊണ്ടാ അതുകൊണ്ട് ആ ആ Are you ready? വല്ലു ഫിഷ് ഓൺലൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചെല്ലാനം കടപ്പുറത്താണ്. നമ്മൾ ഫിഷ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആംഗ്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫിഷിനെ കൂട്ടുണ്ട്, അവൻ്റെ ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ നോമ്പ് വച്ചാലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഏകദേശം എല്ലാവരും ലീവാണെന്ന് തോന്നുന്നു. ഇനി സാധാരണ ഇത്ര ബോട്ടൊന്നും ഞാൻ കാണാനുള്ളതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്ര ബോട്ടുകളും അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കടപ്പുറം എങ്ങനെയുണ്ട്? അടിപൊളി നൈസ് വൈബ് അല്ലേ? നല്ല കാറ്റ്, ആവശ്യത്തിന് ചൂട്, മൊത്തം അടിപൊളി. കുഞ്ഞാവേ ഒരു ഹായ് കൊടുത്തേ. നമ്മുടെ ചേട്ടന്മാർക്കെല്ലാം ഹായ് കൊടുത്തേ. ഹായ് ആരംഭിക്കാൻ പോവാണ്. അതിന്റെ അടുത്തേക്ക് മീൻ വരുവാ. അതുകൊണ്ട് ആ ആ ഇത് ചാടിപ്പോയില്ല എന്തായാലും. നമ്മുടെ കൂടെ എടാ നോവളെ ഒരു കൂടെ എടുത്തോ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കയറ്റം ഇല്ല. അതാ രണ്ടും കൂടെ ആയിപ്പോയി കാണുമല്ലോ. ഇതേ ലോക്കില്ലേ എന്റെ ഇപ്പൊ പുതിയ നമ്മൾ ഉണ്ടാക്കിയതാ. മുതലാളി അടിച്ചു ഇങ്ങനെ മുതലാളി ഒരു മീനെ അമ്പ ചെയ്ത് പിടിച്ച് ഈ കടപ്പുറത്ത് വന്നപ്പോൾ നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു സംഭവമാണ് ഈ കടലണ്ടകൾ. ഇത് പച്ച പായലുകളാണ് ഭക്ഷിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും അത് വളരെ ടാക്റ്റിക്കലായിട്ടാണ് ആ പാറപ്പുറത്ത് പിടിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര തന്നെ തിരയടിച്ചാലും അവൻ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കുന്നത്. എന്താ ഇതൊക്കെ എത്ര കണ്ടാന്നുള്ള രീതിയിൽ വീണ്ടും അടിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഇവരുടെ ഫുഡ് കഴിക്കാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമാണ് തോന്നിയത്. കാരണം വളരെ ഫാസ്റ്റായിട്ട് പട്ടേന്ന് നമ്മൾ ഈ ഞാറൊക്കെ കൊയ്ത് പോയില്ലേ, അതുപോലെ ഇങ്ങനെ മെതിച്ച് പോവാണ്. ഇതേ പോകണ്ടല്ലോ. ഇതിപ്പോൾ എൻ്റെ അടിയൊക്കെ വേണ്ടി നോക്കിയിരുന്നു അടുത്ത കൂട്ടം വരാൻ. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. എൻ്റെ മക്കളെ മൊത്തം വെയിൽ കൊണ്ട് തവിട് പൊടിയായിട്ട് കരിഞ്ഞു പറ്റിയിട്ട് ഈ കല്ലിൻ്റെ ഇടയിൽ വന്നിരിക്കും. വേറൊന്നുമല്ല, ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇങ്ങനെ സ്ക്രീൻ ഷോട്ടായിട്ട് ചൂണ്ടയൊക്കെ ആയിട്ട് പോയി നോക്കി. മീനൊന്നും അടിക്കണ്ടായില്ല. കുറേ ആൾക്കാർ ഇതുപോലെ മീൻ പിടിക്കാൻ വന്നിട്ട് തിരിച്ച് പോയിട്ടുണ്ടായി. കാരണം മീൻ സ്വത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോയിട്ടില്ല. ഇനിയിപ്പോൾ നോക്കണം.
പിന്നെ നമ്മളിപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ചെല്ലാനം കടപ്പുറത്തെ ഒരു വശത്താണ് വന്നിരിക്കുന്നത്. ഒരു ഹാർബറാണ്. ഇവിടെ ഇഷ്ടംപോലെ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ഈ പറഞ്ഞ പോലെ അവരെല്ലാം ലീവൊക്കെ എടുത്ത് ഇരിക്കുമെന്ന് തോന്നുന്നു. കുറേ ബോട്ടുകൾ ഈ ഹാർബറിൽ കിടക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോൾ ഇത്തരം ബോട്ടുകളൊന്നും അധികം കാണാറുള്ളതല്ല. ഇഷ്ടംപോലെ ബോട്ട് ഇന്ന് ഹാർബറിലുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ വരുമ്പം അവർ നമ്മളെ ഒരുമാതിരി ഇങ്ങനെ നോക്കണേ, എനിക്ക് എൻ്റെ പ്രാന്താവണോ മോശമെന്നൊക്കെ മീൻ പിടിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ ആരും വന്ന് ചൂണ്ടിടില്ല. കാരണം അവർക്ക് കിൻറ്റിലൊക്കെ മീൻ ഈ വള്ളത്തിലോ ബോട്ടിലോ പോയി കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീൻ കിട്ടാൻ ഒരുപാട് മാർഗ്ഗങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒന്ന് ചൂണ്ടിടുക അല്ലെങ്കിൽ ഈ സ്വിംഗ് ഷോട്ടൊക്കെ ചെയ്യുന്നുള്ള ഭയങ്കര കാര്യമാണ്. പിന്നെ എന്താ പറയുക, അടിപൊളി സ്ഥലമാണ്. വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരൊക്കെ പുറകിലുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ശാലം തണുത്ത് പറ്റി ഇവിടെ വന്ന് കയറിയിരിക്കുകയാണ്. ഭയങ്കര വെയിലാട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഇപ്പോൾ കൊറോണയുടെ ഒക്കെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അതിവിടെ നിറച്ചും ആൾക്കാരുള്ളൊരു സമയമാണ്. ഈ സമയത്തൊക്കെ നിറച്ച് ചൂണ്ടക്കാർ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഒരുപാട് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ചെല്ലാനം കടപ്പുറം. ഇവിടുന്ന് അങ്ങോട്ടേക്കോ ചൂണ്ടെടുക്കണോ? അപ്പോൾ നമ്മുടെ വിഷ്ണുക്കൂട്ടൻ ചെറിയ ഷാഡിൻ്റെ പരീക്ഷണത്തിലാണ്. കുട്ടികളെ ഷാഡെന്ന് കാണിച്ചേ, ജസ്റ്റ് കാണിച്ചേ. യെസ്, ഇതാണ് ഷാഡ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് നമ്മുടെ ഇവിടെ കറൂപ്പ്, ആളാഞ്ചി, അമ്പല്ലി എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ പിടിച്ചോളും. ആ അന്ന് നീ സൈഡിൽ കൂടി ഇങ്ങോട്ട് വിളിക്കും. അതാ ഇപ്പം ആ സൈഡിലേക്ക് വലിച്ചതാ ഉറക്കിയത്. ആ ഹാ ഹാ ഇങ്ങോട്ട് കയറി വരാനോ? നീ പിടിച്ചോ. വേറെ 10 മീനിൻ്റെ പേര്, 10 മീനിൻ്റെ പേര്, കടലിലുള്ള 10 മീനിൻ്റെ പേര്, 10 മീനിൻ്റെ പേര്. നമ്മളെ പറ, ചാളായില്ല, അത് കടലിലുള്ള മീനല്ലേ? ഇല്ല ഇല്ല, കടലിലുള്ള 10 മീൻ പറഞ്ഞോ. ഏഞ്ചൽ കടലിലാണോ? എടാ ഓണാണ്. ഇനി അടുത്ത നോബലുണ്ട്. നോബലെ, കടലിലുള്ള 10 മീൻ. കടലിൽ 5 വരെ 10 പറയണം. ആ പറ, പോടാൻ വേണ്ടി. ആ അത് പറ്റില്ല, അത് പറ്റില്ല. കടലിലുള്ള 10 മീൻ. നീ ഇത് മാറ്റി, മാസ്ക് മാറ്റി, കേൾക്കത്തില്ല. എന്നാ പറ. ആ ചാള, ആ ആ ആ ആ പറ്റില്ല. പുറത്തുനിന്ന് പറഞ്ഞോ, പുറത്ത് ആദ്യം ചാൻസ് തന്നെ. ഇനി തരില്ല കേട്ടോ. ഇനിയില്ല, ഇനിയില്ല, ഇനി പുറത്ത് പറഞ്ഞെടുക്കാൻ പറ്റില്ല. ആ ആ ആ കടൽ കുതിര, തിമിങ്കലൊക്കെ മീനാണ് ഇവിടെ. ആടോ ഇതറിയില്ല നിനക്ക്? അതൊന്നും പറ്റില്ല, അതൊക്കെ കാട്ട്. ആ ചെമ്പല്ലി, ആ കൊഴുവ, ആ പിന്നെ സാധാരണ നമ്മൾ ചെല്ലാനത്ത് വരുമ്പം ചൂണ്ടയിൽ കോർക്കാനുള്ള ചെമ്മീനും ചാളയൊക്കെ നമ്മൾ ചെല്ലാനത്ത് നിന്ന് തന്നെ മേടിക്കുകയാണ്. പക്ഷേ ഇന്ന് ഞങ്ങളൊരു 10-20 തട്ടലിങ്ങനെ പോകും. ഒറ്റ തട്ടിൽ മീനില്ല. ഫസ്റ്റ് ഒരു കോഴിക്കട കയറി കുറച്ച് കോഴിക്കോടിലൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഒരു റിസൾട്ടും ഇല്ല. ഇവിടെ ഇരിക്കുക, കുറേ നേരമായി ചൂണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേലി ഇറക്ക സമയമായപ്പോഴത്തേക്കും അവിടെ ഒരു ചേട്ടൻ വല വീശി മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു തവണയാണ് സ്ട്രൈക്ക് കിട്ടിയത്. അത് വിട്ടിട്ട് പോവുകയും ചെയ്തു. അത് അടിക്കായില്ല. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താണ് രണാങ്കണത്തിലൊരു ബൈക്കെന്ന്. അതിൻ്റെ സീൻ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ വരുന്ന വഴിക്ക് ചെമ്മീനോ അല്ലെങ്കിൽ ചാളയൊക്കെ നോക്കിയായിരുന്നു ഇതുപോലെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടിലിട്ടൊരു കാര്യമില്ല. കാരണം തൊട്ടപ്പുറത്തെ ചേട്ടന്മാർ ചുമ്മാ ചാള ഇട്ടിട്ട് ഇഷ്ടം പോലെ ഏരിയനെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ചാളയോ ചെമ്മീനോ അല്ലെങ്കിൽ കിട്ടുമെന്ന് നോക്കാൻ ഇറങ്ങിയത്. അപ്പോൾ അവർക്ക് കിട്ടിയ മീൻ കാണണ്ടേ? ഇപ്പം കാണിച്ചേക്കാം. ആ അതെ അതെ, പേരെന്നെ നല്ല ഫിഷ് ഹണ്ടർ. നമ്മൾ ഒരുമാതിരിപ്പെടാനെല്ലാം കയറാറില്ല. നമ്മൾ മെയിനായിട്ട് അമ്പിൻ്റെയൊക്കെയാണ്.
50 റിങ്. ഇതിപ്പോൾ തീറ്റിട്ടെടുക്കാൻ ചെമ്മീൻ്റെ കുഞ്ഞാണ്. സൈഡിൽ നിന്ന് കരിമീൻ അടിച്ചെടുക്കുന്നതൊക്കെ അതന്നെ. കൊള്ളാം. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ താമസിക്കുന്നവരുടെ ഒരു പ്രധാന വിനോദമാണ് ഈ ഫുട്ബോൾ കളി, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളി. ഇത് രണ്ടും നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് അവർ കളിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആറായപ്പോൾ ഒരുപാട് ചൂണ്ടക്കാർ ഇവിടെ വരികയുണ്ടായി. അവർക്ക് അത്യാവശ്യം മീനൊക്കെ അടിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അവർ ഈ പറഞ്ഞ പോലെ ചെമ്മീനും ചാളൊക്കെ തന്നെയാണ് കൊടുത്തിടുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് ആ ചേട്ടന് ഏരിയ അടിച്ച പോലെ ഇവർക്കും നല്ലപോലെ മീനൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരബദ്ധം പറ്റിയാണ്. പക്ഷേ ഇനി വരുന്ന ടൈമിൽ നമ്മൾ എവിടെ നിന്നാണെങ്കിലും തൃപ്പൂണിത്തറയെങ്കിൽ തൃപ്പൂണിത്തറ അല്ലെങ്കിൽ മരടെങ്കിൽ മരട്, അവിടെ നിന്ന് നമ്മൾ നേരത്തെ കാലത്തെ ചെമ്മീനോ അല്ലെങ്കിൽ ചാള മേടിച്ച് വെച്ചിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ ചെമ്മീനും ചാള മേടിക്കാനോർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ അതൊരു പണിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് നമ്മൾ ചെമ്മീനൊക്കെ മേടിച്ചിട്ട് വരാമെന്നാണെന്ന് ഓർത്ത്. പക്ഷേ ഒരിടത്തും ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായില്ല. കുറേ സ്ഥലത്ത് ചെമ്മീൻ തപ്പി, പക്ഷേ ഒരു കടയിലും ചെമ്മീൻ ഉണ്ടായില്ല. ഞങ്ങൾ കിട്ടിയത് കുറച്ച് കോഴിക്കോടായിരുന്നു. അതുകൊണ്ട് ചൂണ്ടിയിടാൻ കിട്ടും ഒരു പരിപാടി നടന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ മീൻപിടുത്തം അല്ലേ ആകെ കൊള്ളാം. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഞങ്ങൾ എന്തായാലും വരും. ഫിംഗിഷോട്ടിൽ ഒരെണ്ണം കിട്ടി, അത് മാത്രമുള്ളൊരു സമാധാനം. ഇനി എന്തായാലും വരും. ഫാമിലിയും കാര്യങ്ങളൊക്കെ പുറകിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.